പുരാവസ്തു തട്ടിപ്പ് കേസ് പുതിയ വഴിത്തിരിവിലേക്ക്. ആരോപണ പ്രത്യാരോപണങ്ങളുമായി പരാതിക്കാരും അന്വേഷണ ഉദ്യോഗസ്ഥരും. അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ പരാതിയുമായി മോൻസൺ കേസിലെ പരാതിക്കാരായ ഷമീറും ഷാനുവും രംഗത്തെത്തി. ഇവർ ഇ ഡി ഓഫീസിലെത്തി പരാതി നൽകിയിട്ടുണ്ട്. ഹവാല ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണമെന്ന കാര്യത്തിൽ പരാതി നൽകാനാണ് ഇവരെത്തിയത്. ക്രൈംബ്രാഞ്ച് DYSP YR റസ്റ്റത്തിനെതിരെയും പരാതിയുണ്ട്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, കഴിഞ്ഞ കുറേ നാളുകളായി പരാതിക്കാർ ആരോപിക്കുന്നത് ഈ കേസിൻ്റെ അന്വേഷണം നടത്തുന്ന ക്രൈംബ്രാഞ്ച് DYSP റസ്റ്റം ഈ കേസ് അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുവെന്നായിരുന്നു. മാത്രമല്ല, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ ഈ വിഷയങ്ങളിൽ പങ്കുണ്ട്. അതിനെക്കുറിച്ച് വിശദമായ അന്വേഷണം നടക്കുന്നില്ല. മാത്രമല്ല, പോലീസ് പറയുന്നത് ഹവാല ഇടപാടുകൾ ഇതിന് പിന്നിൽ ഉണ്ട് എന്നാണ്. ഏതായാലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് മുന്നിലേക്ക് ഈ വിഷയം എത്തുകയാണ്, അല്ലേ? രാജീവ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ മോൺസൺ മാവുങ്കൽ കേസിലെ പരാതിക്കാരും അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ക്രൈംബ്രാഞ്ച് DYSP YR റസ്റ്റവും തമ്മിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്നിരുന്നു. നേരത്തെ അത് വിജിലൻസിൽ പരാതിക്കാർ പരാതി നൽകുന്ന സാഹചര്യവും എത്തിയിരുന്നു. അതിനിടയിൽ തന്നെയാണ് ED ഓഫീസിലേക്ക് എത്തി ഇത് സംബന്ധിച്ചുള്ള പരാതിക്കാരായിട്ടുള്ള ഷമീറും ഷാനുവും നൽകിയിട്ടുള്ളത്. അതായത് ഈ മോൺസൺ മാവുങ്കൽ നൽകിയ പണം അത് ഹവാല പണമാണെന്നുള്ള ആരോപണമായിരുന്നു റസ്റ്റം ഉന്നയിച്ചത്. അത്തരത്തിൽ ഹവാല ഇടപാട് നടന്നിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഷമീറും ഷാനുവും നിലവിൽ പരാതി നൽകിയിട്ടുള്ളത്. മാത്രവുമല്ല, ക്രൈംബ്രാഞ്ച് DYSP വാങ്ങിയിട്ടുള്ള പണം സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഇവർ വിശദാംശങ്ങളൊന്നുള്ള നിലയിൽ EDക്ക് കൈമാറിയിട്ടുണ്ട്. ഇതിന്റെ തെളിവുകൾ അടക്കം കൈമാറി എന്നാണ് ഷമീറും ഷാനുവും മാധ്യമങ്ങളോടക്കം പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഈ ഹവാല ആരോപണം ഉന്നയിച്ചത് റസ്റ്റമാണ്. അതായത് ഈ 10 കോടി രൂപയാണ് മോൺസൺ മാവുങ്കലിന് പരാതിക്കാർ നൽകിയത്. ഈ 10 കോടി രൂപയിൽ 2 കോടി രൂപയ്ക്ക് മാത്രമാണ് ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ചുള്ള രേഖകളുള്ളത്. ബാക്കിയുള്ള എല്ലാ തുകയും ഹവാല ഇടപാടിലൂടെയാണ് നടന്നതെന്നാണ്, ഹവാല പണമാണെന്നാണ് റസ്റ്റം ആരോപണം ഉന്നയിച്ചത്. അതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് ഈ ഒരു റസ്റ്റത്തിന്റെ ആരോപണത്തിൽ കഴമ്പില്ല എന്ന് ചൂണ്ടിക്കാട്ടി പരാതിക്കാർ രംഗത്ത് വരികയും ഇത് സംബന്ധിച്ച് EDക്ക് മുന്നിൽ പരാതി നൽകുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ, അതായത് ഈ കേസ് അന്വേഷണം വേഗത്തിലാക്കുവാൻ വേണ്ടിയിട്ടും മോൺസൺ മാവുങ്കൽ നൽകിയ പണം അത് തിരികെ ലഭിക്കാനായിട്ടും ക്രൈംബ്രാഞ്ച് DYSP ആയിട്ടുള്ള റസ്റ്റം തങ്ങളുടെ പക്കൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്നുള്ള പരാതി വിജിലൻസിന് ഇവർ നൽകിയിരുന്നു. അതിന്റെ പരാതിയിന്മേലുള്ള മൊഴി രേഖപ്പെടുത്തൽ അടക്കം കഴിഞ്ഞ ദിവസം പൂർത്തിയായ ഒരു സാഹചര്യമുണ്ട്. എന്തായാലും EDയുടെ കൃത്യമായിട്ടുള്ള നിഷ്പക്ഷമായിട്ടുള്ള അന്വേഷണത്തിലൂടെ ഈ ഹവാല ആരോപണത്തിൽ അതിൽ എത്രത്തോളം വസ്തുതയുണ്ട് എന്ന് വ്യക്തമാക്കണമെന്നുള്ള ആവശ്യമാണ് പരാതിക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നേരത്തെ റസ്റ്റം പറഞ്ഞത് ഇത്തരത്തിലൊരു കൈക്കൂലി ആരോപണം തനിക്കെതിരെ ഉന്നയിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മോൺസൺ മാവുങ്കൽ പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ മോൺസൺ മാവുങ്കൽ ഉൾപ്പെട്ട പോക്സോ കേസിലെ ഇരയുടെ സഹോദരന് 5 ലക്ഷം രൂപ നൽകിക്കൊണ്ട് കേസ് ഒത്തുതീർപ്പാക്കുവാൻ അല്ലെങ്കിൽ സ്വാധീനിക്കുവാനായിട്ട് ഈ പരാതിക്കാർ ശ്രമിച്ചിരുന്നു. അത് താൻ ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു കൈക്കൂലി ആരോപണം തന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് പരാതിക്കാർ ഉന്നയിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ കൈക്കൂലി ആരോപണം ഉന്നയിച്ചതെന്നുള്ളതാണ് റസ്റ്റം പറഞ്ഞിട്ടുള്ളത്. മാത്രവുമല്ല, ഇതിലൊരു മറുപടി എന്നുള്ള രീതിയിൽ പരാതിക്കാർ പറഞ്ഞിട്ടുള്ളത് ഈ ഹവാല പണം എന്ന് പറയുന്നത് ഈ ഹവാല പണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പണം കണ്ടെത്തേണ്ടി വരത്തില്ല. ഈ 10 കോടി രൂപയും കണ്ടെത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഹവാല പണം എന്നുള്ള ആരോപണം അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള റസ്റ്റം ഉന്നയിക്കുന്നതെന്നാണ് പരാതിക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള ഒരു സമഗ്രമായിട്ടുള്ള അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നും വേണമെന്നുള്ള ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് പരാതിക്കാർ രേഖാമൂലം തന്നെ പരാതി സമർപ്പിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ക്രൈംബ്രാഞ്ച് DYSPയുമായിട്ട് ഇവർ നടത്തിയിട്ടുള്ള പണമിടപാടുകൾ അത് സംബന്ധിച്ചുള്ള തെളിവുകളും കൈമാറിയിട്ടുള്ളത്. രാജീവ്, രേഷ്മ, ഈ പ്രധാനമായും ഈ പുരാവസ്തു തട്ടിപ്പ് കേസിൽ നേരത്തെ തന്നെ ആരോപണമുയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുണ്ട്. ഈ കേസിൽ മോൺസൺ മാവുങ്കലിനെ പ്രതി ചേർത്ത ശേഷം, അതായത് മോൺസൺ മാവുങ്കലിനെതിരെ പരാതികൾ ലഭിച്ച ശേഷം പോലും പോലീസിൽ നിന്ന് ചില സഹായങ്ങൾ കൃത്യമായി തന്നെ മോൺസന് ലഭിച്ചിരുന്നു. അതിലൊന്ന് IG ലക്ഷ്മണയാണ്. അതിനു പുറമെ മുൻ സംസ്ഥാന പോലീസ് മേധാവി കൂടിയായ ലോക്നാഥ് ബെഹ്റയ്ക്കെതിരെയും ആരോപണം ഉയർന്നതാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കാര്യമായ ഒരു അന്വേഷണം ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. ഒരുപക്ഷെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലേക്ക് ഇത് എത്തുമ്പോൾ അത്തരത്തിലുള്ള അന്വേഷണത്തിൽ പോകാനുള്ള സാധ്യതയുണ്ടോ? രാജീവ്, നേരത്തെ തന്നെ മോൺസൺ മാവുങ്കൽ കേസുമായി ബന്ധപ്പെട്ട് ഫെമ നിയമലംഘനം അത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിക്കൊണ്ടിരുന്നത്.